ഹായ് ഗേസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസോ. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഗേസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പനും ഒറ്റക്കൊമ്പനും കൂടി പുഴയിലേക്ക് ഇറങ്ങി പുഴ കിടക്കാനായിട്ട് എത്തിയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി കുറച്ച് നേരമായി പുഴയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ രണ്ടുപേരും പുഴ കിടക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. പക്ഷേ അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാർ കടവുകളിൽ കുളിക്കുന്നുണ്ട്. കുളിക്കടവിലാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂവലും ബഹളമൊക്കെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ആരാണ് ഫസ്റ്റ് കിടക്കണേന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഒറ്റക്കൊമ്പൻ നമ്മുടെ കൊമ്പനെ ഉന്തിത്തള്ളി വിടുന്നുണ്ട്, നീ ആദ്യം കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആൾ കിടക്കണമൊന്നുമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ഉന്തും തള്ളൊക്കെ നടത്തുന്നുണ്ട് രണ്ടുപേരും. ഗേസ്, ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ മറ്റുള്ള വീഡിയോസുകൾ നോക്കിയാലായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പാർട്ട് വേറൊരു ഭാഗമായിട്ട് ഇറക്കിയതാണ് ഈ വീഡിയോ. അപ്പോൾ ഓരോ സമയത്തിൽ ആനകളെ കാണുമ്പോൾ ഒരുപാട് സമയം ആനകൾ പുഴയിലൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വീഡിയോ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരും കാണാറൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് പാർട്ടായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൊമ്പന്മാർ രണ്ടുപേരും കൂടിയും ചെറിയ പശുക്കളൊക്കെ കുത്തുകൂടുന്നുള്ള പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആനകൾ രണ്ടുപേരും ചെറുതായിട്ട് കുത്തൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. ഇവർ ചെറിയ രീതിയിൽ കളിക്കുന്നതായിരിക്കും ഇവരുടേതായ രീതിയിൽ. പക്ഷെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. കുറേ നേരം ഞങ്ങളിത് വാച്ച് ചെയ്തിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി പുഴ കിടക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ വേറെയും ആനകൾ അവിടെ നിന്ന് ഇല്ലിക്കാട്ടിൽ നിന്ന് പുഴ കിടക്കാനായിട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും. ഇല്ലി ഓടിക്കുന്നതും അതുപോലെ തന്നെ ചെറുതായിട്ട് ചിഹ്നം വിളിക്കുന്ന സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരെത്താത്തതുകൊണ്ടാണെന്ന് തോന്നണേ പുഴയിൽ കിടന്ന് ഇപ്പുറത്തേക്ക് വരാത്തത്. ഇപ്പോൾ അവർ നിൽക്കുന്നത് വെറ്റിലപ്പാറ പ്ലാന്റേഷൻ സൈഡിലാണ് നിൽക്കുന്നത്. പ്ലാന്റേഷനിൽ മല ഇറങ്ങി വന്ന് അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗത്തേക്ക് കിടക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഇവർ രാത്രി സമയങ്ങളിൽ വെറ്റിലപ്പാറ ഭാഗത്താണ് കൂടുതലുണ്ടാവുക. അതുപോലെ രാവിലെ ആകുമ്പോൾ ഇതുപോലെ തന്നെ പുഴ കടന്ന് തിരിച്ച് പ്ലാന്റേഷൻ സൈഡിലേക്ക് കയറി പോകാറാണ്. അപ്പോൾ അത് മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ ആനകൾ ഈ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളിക്കാനൊക്കെ വരുമ്പോൾ കാണാറുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന വീഡിയോസുകളാണ് കൂടുതലും. ഗേസ്, അതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ആനേനൊക്കെ കാണുന്നതെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആനേനെ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വെറ്റിലപ്പാറ ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനേനെ മിക്ക ദിവസം കാണുന്നത്. ഒരുവിധം എല്ലാ ദിവസങ്ങളിലും ആനേനെ രാവിലെയും വൈകുന്നേരമായിട്ടൊക്കെ കാണാറുണ്ട്. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എല്ലാ ദിവസവും ആനേനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോസുകളൊക്കെ നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊമ്പന്മാരിപ്പോൾ കുത്തുകൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ എന്തായാലും പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വരുമെന്ന് അറിയില്ല. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നേരം ഒരുപാടായി തുടങ്ങി. അപ്പോൾ പയ്യെ ഞങ്ങൾ കയറിപ്പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാണ്. കാരണം ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആന നമ്മുടെ അടുത്തെത്തൊന്നും അറിയാനായിട്ട് പറ്റില്ല. ഇവർ പുഴയൊക്കെ നല്ല സ്പീഡിലൊക്കെ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് കിടക്കും. ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് പുഴയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അകലെയാണ് നമ്മൾ നിന്ന് ഷൂട്ട് ചെയ്യണത്, തൊട്ടടുത്തൊന്നും നിന്നിട്ടല്ല. പലരും ചോദിക്കാറുണ്ട് തൊട്ടടുത്ത് നിന്നിട്ടാണോ വീഡിയോസൊക്കെ എടുക്കണതെന്ന്. വീഡിയോസൊന്നും എടുക്കുന്നത് തൊട്ടടുത്തൊന്നല്ല, ഒരുപാട് ലോങ്ങിൽ നിന്നാണ്. നമ്മൾ കൂടുതലും വീഡിയോസ് എടുക്കുന്നത് സൂമി ലെൻസ് ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനയുടെ ഭാഗത്തുനിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആനനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടൊന്നും പോകാറൊന്നുമില്ല. ആനയുടെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നതാണ്. ഗെയ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അതിരപ്പള്ളി വെറ്റിലപ്പാറ കാലിഡ് പ്ലാന്റേഷൻ ഭാഗത്തോടൊക്കെ വരുമ്പോൾ ആനകളൊക്കെ കാണുകയാണെങ്കിൽ തന്നെ അധികം അടുത്തേക്കൊന്നും പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. പരമാവധി അകലെ നിന്നിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നവരൊക്കെ എല്ലാവരും തന്നെ അടുത്തേക്ക് പോകാനും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഒരുപാട് ഫോട്ടോസ് എടുക്കാനൊക്കെ കാണാറുണ്ട്. ചില സമയങ്ങളൊക്കെ ആന ഉപദ്രവകാരികളായിട്ട് മാറുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഈ വഴി പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ ഈ വഴിക്ക് ഒരു പരിധി വരെ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. മിക്കവാറും ആനകൾ റോഡിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുവിധം എല്ലാ ദിവസവും കണ്ട് ശീലമായി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് അടിക്കാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.